ഓം നമോ വിഘ്നേശ്വരായ നമ. ഗണപതി ഭഗവാന്റെ മുന്നിൽ ഭക്തരെല്ലാവരും തന്നെ ഏത്തമിടുന്നത് നാം കാണാറുണ്ട്. എന്നാൽ അതിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പലർക്കും അറിയുന്നുണ്ടാവുന്നില്ല. അത് നമുക്ക് ആ രസകരമായ കഥ എന്താണെന്ന് നോക്കാം. ഈ കഥ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ശ്രീ ഗണപതി ഭഗവാന്റെ മുന്നിൽ ഏത്തമിടുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ മഹാവിഷ്ണു ശിവകുടുംബത്തെ വൈകുണ്ഠത്തിലേക്ക് ക്ഷണിച്ചു. എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗണപതി ഭഗവാൻ വൈകുണ്ഠത്തിലൂടെ ചുറ്റിപ്പറ്റി നടന്നു. ഈ സമയത്ത് ഭഗവാന്റെ സുദർശന ചക്രം കാണാൻ ഇടയായി. എന്ത് കണ്ടാലും വായിലിടുന്ന ഉണ്ണി ഗണപതി ചക്രായുധം വായിലിട്ടു. വിഴുങ്ങാൻ ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് വായിൽ തന്നെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. ചക്രായുധം തിരഞ്ഞ വിഷ്ണുവിന് വാ പൂട്ടി കള്ളത്തരത്തിൽ നിൽക്കുന്ന ഗണപതിയെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. ഭയപ്പെടുത്തിയാൽ പേടിച്ചു വിഴുങ്ങിയാലോ എന്ന് കരുതി ചിരിപ്പിക്കാൻ ഭഗവാൻ ഗണപതിയുടെ മുന്നിൽ നിന്ന് ഏത്തമിട്ട് കാണിച്ചു. വിഷ്ണു ഏത്തമിടുന്നത് കണ്ടപ്പോൾ ഗണപതി കുടുകുട ചിരിച്ചു. ആ സമയത്ത് ചക്രായുധം നിലത്ത് വീണു. ആപത്ത് ഒഴിഞ്ഞു. ഗണപതി ഭഗവാനെ സന്തോഷിപ്പിച്ച് വിഘ്നങ്ങൾ നീക്കാനുള്ള ഉത്തമ മാർഗമായാണ് ഭക്തർ ഏത്തമിടലിനെ കരുതുന്നത്. ഏത്തമിടൽ കൊണ്ട് ശാരീരികമായി വളരെയധികം ഗുണങ്ങൾ ഉണ്ട്. ശാസ്ത്രീയമായി ഏത്തമിടൽ ഒരു ബുദ്ധി ഉണർത്തുന്ന ഒരു വ്യായാമമാണ്. ഈ വ്യായാമ മുറയിലൂടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിച്ച് ബുദ്ധിക്കുണർവുണ്ടാക്കുന്നു. കുറഞ്ഞത് 3 തവണയെങ്കിലും ഏത്തമിടണം. 5, 7, 12 എന്നിങ്ങനെ ഏത്തമിടലിൻ്റെ സംഖ്യ വർദ്ധിപ്പിക്കാവുന്നതാണ്. 12 തവണ ഏത്തമിടുന്നതാണ് ഉത്തമം.